ഒരു ചോദ്യം, ഈ സേഫ്റ്റി റൂൾസ് ഒന്നും പാലിക്കാതെ നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും എന്തായിരിക്കും അവിടെ സംഭവിക്കുക? വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ആക്സിഡന്റ് ഉണ്ടായെന്ന് കരുതുക, ഉടൻ നമ്മൾ എന്ത് ചെയ്യും? വർക്ക് സ്റ്റോപ്പ് ചെയ്യും, കമ്പനിക്ക് ലോസ് സംഭവിക്കാൻ തുടങ്ങും. ഇനി ഏതെങ്കിലും ഒരു വർക്കറിന് ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ അവിടെ ലീവ് എടുക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ജോബ് തന്നെ നാളെ വെട്ടുന്നിരിക്കും, ഇല്ലേ? പിന്നെ പുതിയ ആളെ എടുക്കണം, ട്രെയിനിങ്ങിന് സാലറിക്കും വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ ചിലവ് വഹിക്കേണ്ടതായിട്ട് വരും. പിന്നെ ആക്സിഡന്റ് കാരണം മെഷീൻസ് വല്ലതും ഡാമേജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് പിന്നീട് റിപ്പയർ ചെയ്യണം. ഇനി അതിനുശേഷം അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ ടൈമും മണിയും ഒക്കെ പോകും, ഇല്ലേ? ഇൻഷുറൻസ് പ്രീമിയം കാര്യങ്ങളൊക്കെ കൂടി വരും. ഇനി അവിടെ നിയമലംഘനം നടന്നു എന്ന് വല്ലതും കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈൻസ്, ലീഗൽ കേസ്, ഇനി ജയിലിൽ വരെ പോകാനുള്ള വകുപ്പ് എല്ലാം അവിടെ തന്നെ ഉണ്ടാവും, ഇല്ലേ? ഇനി വർക്കേഴ്സിന് അവന്റെ വർക്ക് ചെയ്യുന്ന ഏരിയ വളരെ സേഫ് അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവ ശരിയായിട്ട് വർക്ക് ചെയ്യത്തില്ല, ക്വാളിറ്റിയും പ്രൊഡക്ഷനും ഒക്കെ അവിടെ കുറയാനായിട്ട് തുടങ്ങും, അല്ലേ? അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്ന് കമ്പനിയുടെ റെപ്യൂട്ടേഷൻ തന്നെ ഇല്ലാതായി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോഴെപ്പോഴും ഒരു സത്യം മനസ്സിലാക്കുക, സേഫ്റ്റി നോക്കിയാൽ ഗ്രോത്ത്, അല്ലെങ്കിൽ ലോസ്.